കഴിക്കാൻ കിട്ടിയാൽ മതി. അവിടെ ഒരു കട കാണുന്ന ഇങ്ങോട്ട് പോയേക്കാം. ഇതിന് വേണോ കൊച്ചേ? അതെ ചേച്ചി, എൻ്റെ കൈ പൈസ നല്ല വിശപ്പുണ്ട്. എന്തൊക്കെയില്ലേ നോക്കട്ടെ. ചേച്ചി പൈസ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ പൈസ ഞാൻ എന്തെങ്കിലും വേണം. ചേച്ചി ഇവിടെ ഇത്രയേ ഉള്ളൂ? അതെ. അയ്യോ, ഇത് കുറേ സാധനങ്ങൾ ആ കുട്ടികൾ വാങ്ങിച്ചു കൊണ്ടുപോയി. മൈ ഗോഡ്. എന്നാലേ എൻ്റെ കയ്യിൽ ഇപ്പോൾ 4 രൂപയുണ്ട്. അപ്പം 1 രൂപക്ക് ഇത്, 1 രൂപക്ക് ഇത്, പിന്നെ 1 രൂപക്ക് ഇത്. ഈ കളർ മതി ചേച്ചി. ഓക്കെ ഓക്കെ. പൈസ അപ്പോൾ 3 രൂപയല്ലേ? 3. ഓക്കെ 3. ചേച്ചി പൈസ. താങ്ക് യു. ഓ ചേച്ചി, എനിക്ക് നല്ല വേറെ എടുക്കും. ഞാൻ ഇതിവിടെ കടന്നോട്ടെ, അതെനിക്ക് തന്നേക്ക്. അത് കുഴപ്പമില്ല. നീ ഇവിടെ കിടക്കുമോ ഇരിക്കും എന്താ ചേച്ചി? ചേച്ചിക്ക് നല്ല വയറുവേദന ഉണ്ട്, എന്തെങ്കിലും വേണോ? വേണ്ട മോളെ, ഞാൻ ഇത് കഴിച്ചോളാം. താങ്ക് യു ചേച്ചി. നല്ല വേദന. കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. ചേച്ചിക്ക് വെള്ളം വേണോ? വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു, പക്ഷേ ഇവിടെ ഇല്ലല്ലോ. ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാട്ടോ. പക്ഷേ നീ ഇവിടെ കിടന്നോ. എന്ത് 3 രൂപ കിട്ടിയിട്ടില്ല. എൻ്റെ അമ്മ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല മോളെ, നിൻ്റെ അമ്മക്ക് നല്ല കച്ചവടം ഉണ്ടാവും. ഇതാ മോളെ നിനക്ക്. ഇതാ മോളെ വെള്ളം. താങ്ക് യു ചേച്ചി. ഇതിന് കാശ് വേണോ? കാശ് വേണ്ട, നീ അത് വെച്ചോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ. ഞാൻ വീണ്ടും വാങ്ങിയായിരുന്നു. നിങ്ങൾക്ക് നല്ല കച്ചവടമാക്കി തരുമായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ചേച്ചി. നീ നല്ല പൈസക്കാരിയാണ്, പക്ഷേ ഞാൻ 10 ലക്ഷം രൂപ കൊണ്ടുവന്നതാണ്. അതൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ എൻ്റെ ഉമ്മയെല്ലാം വഴിയിൽ നിന്ന് വിട്ടുപോയി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പിന്നെ കുറേ സാധനം വാങ്ങാൻ പൈസ ഇല്ല. ബാക്കി 1000 രൂപയായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ബാക്കി വെറും 4 രൂപ ഉണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞാൻ ഈ സാധനമൊക്കെ വാങ്ങി. അയ്യോ പാവം ചേച്ചില്ലേ. അതെ അതെ, ഇതൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് ഈ പൈസ കാണില്ല. അതുകൊണ്ട് ഞാനെന്താ ചെയ്യുക? ഇതൊക്കെ നിറച്ചുണ്ട്. ചേച്ചി അപ്പോൾ ബൈ ബൈ. ഓ പാവം ചേച്ചി, നിങ്ങൾ സഹായിക്കണമായിരുന്നു. അതെ അതെ ശരിയാ, പാവം കൊച്ചി അവളെ അമ്മ